സംസ്ഥാന സർക്കാർ സ്കൂൾ സമയമാറ്റം നടപ്പാക്കിയത് അധ്യാപക സംഘടനകളുടെ എതിർപ്പ് മറികടന്നെന്ന വാർത്ത. വിദഗ്ധ സമിതിക്ക് മുന്നിലാണ് എല്ലാ അധ്യാപക സംഘടനകളും എതിർപ്പ് അറിയിച്ചത്. എന്നാൽ സമയമാറ്റത്തെ വിദ്യാർത്ഥി സംഘടനകൾ അനുകൂലിച്ചിരുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ ചില സർവേ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നപ്പോൾ അവരെല്ലാവരും ഈ അരമണിക്കൂർ കൂടുന്നത് അനുകൂലിച്ചിരുന്നാണ് പറയുന്നത്. എന്നാൽ ഈ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിനോട് പല വിദ്യാർത്ഥികളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഉമേഷ് പറയൂ, ഈ കീറാമുട്ടി എങ്ങനെയാണെന്ന് പരിഹരിക്കാം? ഇന്ന് ചർച്ചയൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരം, പറയൂ. തീർച്ചയായും എസ് കെ എൻ, ഇന്ന് ചർച്ചയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പ്രസക്തമാകുന്നതും. ഈ കഴിഞ്ഞ വിദഗ്ധ സമിതിയുടെ സിറ്റിംഗിൽ 18 അധ്യാപക സംഘടനകളാണ് പങ്കെടുത്തത്. ഈ 18 അധ്യാപക സംഘടനകളും ഒരേ സ്വരത്തിൽ ഈ ക്ലാസ് സമയം വർദ്ധിപ്പിക്കുന്നതിനെ എതിർത്തു. ഒപ്പം ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിനെയും എതിർത്തു. KST ഒരുപക്ഷെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന സംഘടനയാണ്, സർക്കാർ അനുകൂല സംഘടനയാണ് KST ശക്തമായി തന്നെ ഈ അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെ എതിർക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം KST പറയുന്നത് വേണമെങ്കിൽ ഇപ്പോൾ 197 പ്രവൃത്തി ദിനങ്ങളുണ്ട്, അത് 8 പ്രവൃത്തി ദിനങ്ങൾ 8 ശനിയാഴ്ച കൂടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് 205 ഉയർത്തും. അതുകൊണ്ട് തന്നെ വീണ്ടും അരമണിക്കൂർ അധികമായി ക്ലാസ് കൂട്ടേണ്ടതില്ല എന്നുള്ള നിലപാടാണ് KST എടുത്തത്. അത് കൂടാതെ HSST ആണെങ്കിലും, അതായത് കോൺഗ്രസ് അനുകൂല സംഘടനയാണെങ്കിലും KPST ആണെങ്കിലും ഒരേ സ്വരത്തിൽ തന്നെ ഈ സമയം ദീർഘിപ്പിക്കുന്നതിനെ എതിർക്കുന്നുണ്ട്. അതേസമയം ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ ജോലിഭാരമാണ് ഈ 18 സംഘടനകളും പറയുന്നത്. കാരണം ഇനി അരമണിക്കൂർ കൂട്ടിയാൽ സ്വാഭാവികമായി അവർക്ക് അരമണിക്കൂർ കൂടി സ്കൂളിൽ നിൽക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായി ഇതിനെ എതിർക്കുന്നത്. അതേ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ സ്കൂൾ സമയമാറ്റത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ്. SFI പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വേണമെങ്കിലും ക്ലാസ് സമയമാക്കാമെന്നാണ്. അതായത് ഇപ്പോൾ 10 മണി മുതൽ 4 മണി എന്നുള്ളത് രാവിലെ 1 മണിക്കൂർ അധികമായും വൈകിട്ട് 1 മണിക്കൂർ അധികമായും എടുക്കാം, അതിലും പ്രശ്നമില്ല. പക്ഷേ ശനിയാഴ്ച ക്ലാസ് സമയം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് SFI. ABVP പറയുന്നത് രാവിലെ അരമണിക്കൂർ വേണമെങ്കിൽ കൂട്ടാം, ഉച്ചയ്ക്ക് ശേഷവും അരമണിക്കൂർ കൂട്ടാം. അതായത് ഒരു ദിവസം 1 മണിക്കൂർ കൂട്ടാം എന്നുള്ള നിലപാട് ABVP എടുത്തു. KSU ഈ അരമണിക്കൂർ കൂട്ടിയാൽ മതി എന്നുള്ള നിലപാടാണ്. അതായത് രാവിലെ 15 മിനിറ്റ്, ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റ് എന്ന നിലപാടിലാണ്. എന്തായാലും ഇന്ന് മതസംഘടനകളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചകളാണ് പ്രധാനം. ഈ ചർച്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കും? സ്വാഭാവികമായി സമസ്ത അടക്കമുള്ള സംഘടനകൾ അവരുടെ കീഴിലുള്ള സ്കൂളുകളുടെ പ്രതിനിധികളെ ഈ ചർച്ചയ്ക്ക് വേണ്ടി അയക്കുന്നുണ്ട്. അവർ വിവിധ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. പ്രധാനമായി ഈ സ്കൂൾ സമയം എങ്ങനെ കൂട്ടുന്നത്, വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ചോളൂ, രാവിലെ ഉള്ള സമയം വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സമസ്ത സ്വീകരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഈ 18 അധ്യാപക സംഘടനകളുടെയും ഈ അഭിപ്രായം പ്രസക്തമാകുന്നത്. 18 അധ്യാപക സംഘടനകളും സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നതിനോട് എതിരായിരുന്നു. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് വൈകുന്നേരം ചർച്ചയുണ്ട്. കുട്ടികളുടെ താല്പര്യം മാത്രമാണ് ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടത് എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. കാരണം പലപ്പോഴും ഈ കുട്ടികൾക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന ആളുകൾ മുതിർന്നവരാണ് എന്നുള്ളതാണ്. കുട്ടികൾക്ക് സൗകര്യമാണോ ഈ സമയമൊക്കെ എന്ന് വേണം നമ്മൾ ആദ്യം ആലോചിക്കാൻ.